You got two mayors of the same city, but in opposite side of the world. US-ലെ സിറ്റികളിൽ നടപ്പിലാക്കുന്ന അതേപോലെ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനായിട്ട് പ്രായോഗികമല്ല. വേക്കൻ ലാൻഡിൻ്റെ അഡ്വാൻറ്റേജ് കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്. അത്രത്തോളം വേക്കൻ ലാൻഡ് കൊടുക്കാൻ നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ആ ടെക്നോളജി നമുക്ക് അതുപോലെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. തലസ്ഥാനത്തെ ഒരു IT ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. നമുക്ക് ഏറ്റവും ചലനമുണ്ടാക്കാൻ പറ്റുന്ന IT മേഖലയിലാണ്. ദേശാഭിമാനിയിൽ വന്നൊരു വാർത്ത ഇങ്ങനെയാണ്: ജീവനക്കാരെ ഇറക്കി സ്വീകരണം. ഞാൻ എയർപോർട്ട് വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ മേയർക്ക് സ്വീകരണം എന്ന് പറഞ്ഞൊരു ബോർഡ് വെളിയിൽ വെച്ചിരുന്നു. ഞാൻ എയർപോർട്ടിൽ നിന്ന് ആദ്യം കൊടുത്തിട്ട് നിർദ്ദേശം ഞാൻ ഈ കോർപ്പറേഷനുള്ളിൽ വരുന്നതിന് മുമ്പ് ആ ബോർഡ് എടുത്ത് മാറ്റണം. ഞാൻ മേയറായിരിക്കുന്ന 5 വർഷം എൻ്റെ പടം അടിച്ച ഒരു ചിത്രം പോലും വയ്ക്കരുതെന്ന് ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ട ഒരാളാണ്. ഈ യാത്രയ്ക്ക് ഫണ്ട് എവിടുന്ന് കണ്ടെത്തി എന്നുള്ള വിവാദങ്ങളൊക്കെ നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് തിരുവനന്തപുരം നഗരസഭാ മേയറായ ശ്രീ VV രാജേഷാണ്. അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കെല്ലാം തന്നെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും തന്നെ എന്തായിരുന്നു ഈ സന്ദർശനത്തിന് പിന്നിൽ എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. ഇതിൽ ആദ്യം തന്നെ സ്വാഗതം. നമസ്കാരം. അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എപ്പോഴെത്തി? ഇന്നലെ വെളുപ്പിന് ഒരു 4 മണി 3 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. ഈ സന്ദർശനത്തിന് പിന്നിലുള്ള പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? അമേരിക്കൻ മലയാളികളുടെ സംഘടനയുടെ ഫൊക്കാനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പോകാൻ തീരുമാനമെടുത്തത്. അതിന് തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. എന്നാൽ അവിടെ നമ്മളിപ്പോൾ ഒരു 10-18 മണിക്കൂർ യാത്ര ചെയ്ത് പോകുമ്പോഴേക്കും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുക എന്നുള്ളത് നമുക്കത് പ്രായോഗികമല്ല. അപ്പോൾ പോകുന്നു എന്നറിഞ്ഞ സമയത്ത് വിവിധ മലയാളി സംഘടനകൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. ചില ഘടകങ്ങളെ കാണാൻ ഞാൻ അങ്ങോട്ടും താല്പര്യപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 17-18 സ്ഥലങ്ങളിൽ എത്തുവാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മുടെ ഇവിടുത്തെ അവസ്ഥ അവരെയൊക്കെ അറിയിക്കാനും സാധിച്ചു. വളരെ സന്തോഷപൂർവ്വം ആവേശപൂർവ്വം ഒക്കെയാണ് മലയാളി സംഘടനകൾ സഹകരിച്ചത്. ഈ പ്രധാനമായും ചില മേയർമാരെ സന്ദർശിച്ചപ്പോൾ മുസൂറി സിറ്റി മേയർ ഉൾപ്പെടെ സന്ദർശിച്ചു. അവിടെയുള്ള ഈ സ്വേഡവുകളെ എങ്ങനെയൊക്കെയാണ് പരിപാലിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കണ്ടറിഞ്ഞു. അപ്പോൾ നമ്മുടെ നഗരസഭയിൽ അത് എങ്ങനെ നടപ്പിലാക്കാനതുൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് നടപ്പിലാക്കാം? പക്ഷേ ഈ കാണുന്നത് പോലെ US-ലെ സിറ്റികളിൽ നടപ്പിലാക്കുന്ന അതേപോലെ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനായിട്ട് പ്രായോഗികമല്ല. അവർക്ക് ഭൂമി ആവശ്യത്തിൽ കൂടുതലുണ്ട്, നമുക്ക് അത്രത്തോളം ഇല്ല പല കാര്യങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ നടത്തുന്ന അതേ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ സ്ട്രേ ഡോഗ്സിനെയൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്, അവരും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് എണ്ണം കുറവായതുകൊണ്ട് അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇത് കണ്ടതാണ് അവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ തെരുവുനായ്ക്കൾ അവിടെ ഇപ്പോൾ തെരുവുനായ്ക്കൾ ആ ഒരു സിറ്റിയിൽ 1500 ഉള്ളൂ, നമ്മളിവിടെ 15,000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. മറ്റൊന്ന്, അവർ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ഫുഡ് വേസ്റ്റ് മാത്രം ചെയ്യുന്ന 100 ഏക്കർ സ്ഥലത്താണ് വരുന്നൊരു പ്ലാന്റിലാണ് അവർ ചെയ്യുന്നത്. നമുക്കിവിടെ 20-25 സെൻറ്റിലപ്പുറം സിറ്റിയിലുള്ളിൽ സ്വന്തമായിട്ട് കൊടുക്കാനില്ല. പിന്നെ അവർ ഡ്രൈ വേസ്റ്റ് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിൻ്റെ മെഷീനറി, അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ആ മെഷീനറി സ്ഥാപിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു മെഷീനിൽ തന്നെയാണ് നമ്മൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കാർഡ്ബോർഡ്, സ്റ്റീൽ എല്ലാം തന്നെ പ്രത്യേകം പ്ലാസ്റ്റിക്കൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് ബെയിൽ ചെയ്ത് വലിയ ബണ്ടിലായിട്ട് ചെല്ലുന്നുണ്ട്. അത് നല്ലൊരു സാങ്കേതിക വിദ്യയാണ്. പക്ഷേ അതിനും സ്ഥലം ആവശ്യത്തിൽ കൂടുതൽ അവർക്കുണ്ട്. അപ്പം ഈ ഒരു വേക്കൻ ലാൻഡിൻ്റെ അഡ്വാൻറ്റേജ് കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു രാജ്യമാണത്. അത്രത്തോളം വേക്കൻ ലാൻഡ് കൊടുക്കാൻ നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ആ ടെക്നോളജി നമുക്ക് അതുപോലെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി കുറഞ്ഞ സ്ഥലത്ത് ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സാങ്കേതികവിദ്യ നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള മെത്തേഡുകളുണ്ട്, അതൊക്കെ തന്നെ ഇനിയും പരിശോധിക്കണം. IT മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമായ മാറ്റങ്ങൾക്ക് ഈ ഒരു സന്ദർശനത്തിന് പിന്നാലെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് നമുക്ക് ഏറ്റവും ചലനമുണ്ടാക്കാൻ പറ്റുന്ന IT മേഖലയിലാണ്. AI സാങ്കേതിക രംഗത്ത് നമ്മൾ അവരെക്കാളും പലയിടത്തും മുമ്പിലാണ്. പല സിറ്റികളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ അവരെക്കാളും ഡെവലപ്ഡ് ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേക്കും അവർക്ക് കാണാൻ വളരെ താല്പര്യമുണ്ട്. പിന്നെ മറ്റൊന്ന് നോക്കിയത്, നമ്മുടെ കേരളത്തിൽ നിന്നും പോയി US-ൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന IT വിദഗ്ധരുണ്ട്.
അവർക്ക് അവിടെയുള്ള കമ്പനി ബേസ് ചെയ്ത് തിരുവനന്തപുരത്ത് അവർക്ക് സ്ഥാപനമുണ്ട്. 1950 IT ജീവനക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ കീഴിൽ. അവർ തിരുവനന്തപുരത്ത് വരാൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 40 വർഷം 30 വർഷം 50 വർഷമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് അവിടെ വർക്ക് ചെയ്യുകയാണ്. അവർ ഗവേഷണം നടത്തുന്ന IT സെക്ടറിലാണ്. അപ്പോൾ അവരുടെ ലോകോത്തര നിലവാരത്തിലുള്ള ആ ഒരു ഗവേഷണ തൽപരത നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ഉള്ള ചർച്ചകൾ നടന്നു. അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അവരെ ഇൻവൈറ്റ് ചെയ്തപ്പോഴേക്കും വലിയ സന്തോഷമുണ്ട്. അത് നമുക്ക് ഏറ്റവും ഒരു വിപ്ലവം ഉണ്ടാക്കും ഈ മേഖലയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇത് സംസ്ഥാന സർക്കാരുമായി ഉൾപ്പെടെ ആലോചിച്ച് വേണമല്ലോ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. തീർച്ചയായും ഞങ്ങളൊരു കോർപ്പറേഷൻ മാത്രമാണല്ലോ. ഇത് ഒരു പരസ്പരമുള്ളൊരു ഡയലോഗ് മാത്രമല്ലേ ആയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ആശയങ്ങൾ അവിടെയുണ്ട്, നമുക്കിങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട്, നമുക്കിങ്ങനെ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ചർച്ചയ്ക്കപ്പുറം ഒന്നും ചെയ്യാനുള്ള അവകാശം കോർപ്പറേഷനില്ല. പ്രത്യേകിച്ച് മലയാളികളായിട്ടാണ് കുറച്ച് സ്വാതന്ത്ര്യത്തോടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എക്സ്ചേഞ്ച് നടന്നത്. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണം, IT മന്ത്രിയെ കാണണം, കണ്ടിട്ട് നമുക്ക് പങ്കുവച്ച കാര്യങ്ങൾ അവരോട് പറയണം. ഈ IT സംഘം അവിടെ നിന്ന് വരുമ്പോഴേക്കും മുഖ്യമന്ത്രിയും IT മന്ത്രിയും കാണേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നതനുസരിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതെല്ലാം ഡോക്യുമെൻറ്റേഷൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും എംബസിയുടെ ഇടപെടൽ വേണ്ടി വരും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇടപെടൽ വേണ്ടി വരും. എന്തായാലും നമ്മുടെ അമേരിക്കയിലെ വാഷിങ്ടണിലെ ഇന്ത്യൻ എംബസിയിൽ പോയി ഒരു 2 മണിക്കൂറോളം ഇന്ത്യൻ എംബസിയിൽ കാര്യമായിട്ട് ചിലവഴിച്ചു. അപ്പോൾ അവരോട് നമ്മുടെ ഇൻറ്റൻഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻറ്റൻഷൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവിടെ ഈ ചർച്ച നടക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച നടന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ പ്രതിനിധികളെയോ മറ്റോ താങ്കൾ വിളിച്ചിരുന്നു? ഇല്ല, വന്നതിന് ശേഷം വിളിക്കാൻ പറ്റില്ല. നാളെ കഴിഞ്ഞിട്ട് കാണും. ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തിരക്കിലൊക്കെ ആണല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. അതിപ്പോൾ മുൻപ് വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നതും സ്വാതന്ത്ര്യദിനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ബന്ധപ്പെടും. ഈ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമായും തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ടത് IT തന്നെയാണോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുമുണ്ടോ? ഒന്ന് IT രംഗത്തുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞല്ലോ, ഒരു വളരെ നല്ല നിലവാരത്തിലുള്ള ലോകോത്തര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഒരു 380 390 മലയാളി ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തു. അതിൽ കാർഡിയോളജി വിദഗ്ധരുണ്ട്, ഓങ്കോളജിസ്റ്റുകളുണ്ട്. അതിൽ നമ്മുടെ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജും ഒക്കെ പഠിച്ച മികച്ച ഡോക്ടർമാർ. അതിൽ ഒരാൾ 4 യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും ആ 4 യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ചെയ്യുകയും ഏകദേശം 500 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഡോക്ടർ ഷെൽബിക്കുട്ടി. അപ്പോൾ അദ്ദേഹം ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി കാർഡിയോളജി ഹെഡായിരുന്നു കഴിഞ്ഞ 5 വർഷം. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് കാർഡിയോളജി മേഖലയിൽ കാര്യമായിട്ട് ഇടപെട്ട് നമുക്ക് അഡ്വൈസ് തരാമെന്നും നമ്മൾ ഏതെങ്കിലും സ്ഥാപനം രൂപീകരിക്കുകയാണെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പല ചർച്ചകൾ വന്നാൽ പിള്ള സാർ, MP പിള്ള സാർ, അദ്ദേഹവും തിരുവനന്തപുരത്ത് വന്ന് സഹകരിക്കാൻ വേണ്ടി മാസങ്ങളോളം തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്ത് സഹകരിക്കാൻ വേണ്ടി. ലോകപ്രശസ്ത ക്യാൻസർ വിദഗ്ധനാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് സെപ്റ്റംബർ ഒക്ടോബർ വരികയാണ്. അടുത്ത ഏപ്രിൽ വരെ തിരുവനന്തപുരത്ത് നിൽക്കാമെന്നും നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സഹകരിക്കാമെന്നും അദ്ദേഹത്തിൻ്റെ ഒക്കെ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവർ പ്രവർത്തിക്കുന്ന തരത്തിലുള്ളൊരു സ്ഥാപനം കേരളത്തിൽ ഡെവലപ്പ് ആവണമെന്ന്. അതിന് തിരുവനന്തപുരം സഹകരിക്കാൻ വേണ്ടി അവർക്ക് വലിയ സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാർ സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. അക്കാര്യത്തിൽ ഞാൻ കേരളത്തിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് അക്കാര്യത്തിൽ പറഞ്ഞത്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുള്ള നല്ല സഹകരണമാണ് പ്രതീക്ഷിക്കുന്നത്. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്താൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ. അതിൽ കോർപ്പറേഷൻ കുറേ കാര്യങ്ങൾ സഹകരിക്കാനും ഇടപെടാൻ സാധിക്കും. അക്കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. എന്തായാലും തലസ്ഥാനത്തെ ഒരു IT ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണോ പ്രധാന ലക്ഷ്യം? മാറ്റുക എന്ന് പറഞ്ഞാൽ IT മേഖലയിൽ ഇപ്പോൾ നമ്മളുടെ തന്നെ ഇപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഒന്നും ഇടപെടലില്ലാതെ തന്നെ IT മേഖലയിൽ തിരുവനന്തപുരം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കൂടി എന്ത് സഹായിക്കാൻ സാധിക്കും? ഈ വളർച്ച കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ IT മേഖലയിലെ വളർച്ച എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? ആ 2 കാര്യങ്ങൾ ഞങ്ങൾ നോക്കും. ഈ തെരുവുനായ്ക്കളുടെ ശല്യം, ആ ഒരു പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കുറച്ച് മാസങ്ങൾ കൊണ്ട് സാധിച്ചു, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, പക്ഷേ പരിഹരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് കർക്കിടകവാവാണ്. ഇന്നലെ തന്നെ ബലിക്കടവിൽ ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നായ്ക്കളുടെ വലിയ ശല്യമുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരിക. ഇന്ന് ബലിയിടാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോഴേക്കും ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതിയിട്ട് ഇന്നലെ തന്നെ ഞങ്ങൾക്ക് നിരവധി നായ്ക്കളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി ഷെൽട്ടറിൽ പാർപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എവിടെ ഒരു തെരുവുനായ ശല്യമുണ്ട് എന്ന് പറഞ്ഞാലും ഉടൻ തന്നെ ഡോഗ് സ്ക്വാഡിനെ അയച്ച് അതിനെ പിടിച്ച് ഷെൽട്ടറിലാക്കുവാൻ വേണ്ടിയുള്ള തരത്തിൽ എക്യുപ്ഡ് ആയി കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൽ വലിയൊരു മുന്നേറ്റമുണ്ട്. നല്ല സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു. ഇപ്പോഴും ഓരോ ദിവസവും
അതിൻ്റെ ഇപ്പം നായെക്കൊണ്ട് 500 നായെക്കൊണ്ട് പാർപ്പിച്ചിരിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ അവിടുത്തെ ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ തീർക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ കൈവശം തീരാത്തതിനെ ഞങ്ങൾ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിട്ട് പരിഹരിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് വിഷയം പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ടോ? ഇക്കഴിഞ്ഞ മഴയത്തൊന്നും തന്നെ വെള്ളം കിട്ടിയില്ല എന്നുള്ള പരാതിയുണ്ട്. കെട്ടി കിടക്കുന്നില്ല. കിടക്കുന്ന പരാതിയുണ്ട്. ആർക്കാണ് ആ പരാതി? പൊതുവെ അത്തരത്തിലൊരു പരാതി, ഒരക്ഷരവും മിണ്ടുന്നില്ല ആരും. അതായത് അത് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥതയാണ് അവിടെ പ്രതിഫലിച്ചത്. സാധാരണ മഴ പെയ്ത് വെള്ളക്കെട്ട് കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മളത് പരിഹരിക്കാറുള്ളത്. അപ്പോൾ യഥാർത്ഥ ഇഷ്യൂയുടെ സ്പോട്ടുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാറില്ല. ഇപ്പോൾ ഞങ്ങൾ ചെയ്തത് മഴ വരുന്നതിന് 3 മാസം മുമ്പ് തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ സമീപിച്ചു. ഇപ്പോൾ ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റിയൊക്കെ നമ്മൾ സമീപിച്ചു. PWDയും അവരൊക്കെ തന്നെ ഫയലുകളിൽ കെട്ടിക്കിടക്കുന്നതല്ലാതെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് സാങ്കേതിക തടസ്സമുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ ഉള്ള കൗൺസിലിൽ ഞങ്ങൾ ദീർഘവീക്ഷണത്തോടെ എല്ലാ വാർഡുകൾക്കും പണം അനുവദിച്ചു. അതോടൊപ്പം തന്നെ സെൻട്രലൈസ് ചെയ്ത് മേയർ ഉൾപ്പെടുന്നവർ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നഗര ഹൃദയഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ടുകൾ പരിഹരിക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങളൊക്കെ തന്നെ ചെന്ന് നിന്നിട്ട് രാത്രി ലോഡ് കയറ്റി 150 ലോഡ് 200 ലോഡൊക്കെ കെട്ടിക്കിടന്ന 15 വർഷമായി നദികളിൽ നമ്മുടെ ഒഴുക്കുള്ള ചാലുകളിൽ കിടന്ന മണ്ണ് കോരി മാറ്റി. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതെല്ലാം മാറ്റി. അത് മാറ്റിയപ്പോഴേക്കും സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകിപ്പോകാനുള്ള ആഴം കൂടിയപ്പോഴേക്കും വെള്ളം ഒഴുകിപ്പോയി. അത്ര തന്നെ. പക്ഷേ ഇതുകൊണ്ട് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിച്ചെന്ന് ഞാൻ പറയുന്നില്ല. കുറേ കൂടി ശക്തമായ കഠിനമായ മഴ പെയ്യുമ്പോഴേക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഒരു 8-10 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തിട്ടും വെള്ളം കെട്ടിയില്ല എന്നുള്ളത് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം തന്നെയാണ്. ഇനിയും കൂടി ചെയ്യാനുണ്ട്. പൂർണ്ണമായിട്ടും ആയി എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരു 2 ചോദ്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഇക്കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയത്. ഇതിന് പിന്നാലെ ഇന്നലെ നഗരസഭയിൽ ഒരു സ്വീകരണം നടന്നിരുന്നു. അതിന് പിന്നിലും ചെറിയൊരു വിവാദം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ദേശാഭിമാനിയിൽ വന്നൊരു വാർത്ത ഇങ്ങനെയാണ്: ജീവനക്കാരെ ഇറക്കി സ്വീകരണം. അതായത് ജീവനക്കാരൊക്കെ വെയിലത്ത് നിൽക്കുകയാണ്, ജനങ്ങൾക്കൊന്നും സേവനം ലഭിച്ചില്ല എന്നുള്ളതാണ് അവരുടെ വാർത്ത. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല, ഞാൻ അവരോട് കഴിഞ്ഞ ദിവസം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം. ഓക്കെ, ഞാൻ എയർപോർട്ട് വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ മേയർക്ക് സ്വീകരണം എന്ന് പറഞ്ഞൊരു ബോർഡ് വെളിയിൽ വെച്ചിരുന്നു. ഓക്കെ, ഞാൻ എയർപോർട്ടിൽ നിന്ന് ആദ്യം കൊടുത്തിട്ട് നിർദ്ദേശം ഞാൻ ഈ കോർപ്പറേഷനുള്ളിൽ വരുന്നതിന് മുമ്പ് ആ ബോർഡ് എടുത്ത് മാറ്റണമെന്നാണ്. ഇന്നലെ ഇവിടുത്തെ കൗൺസിലർമാർ ഇങ്ങനൊരു സ്വീകരണം തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നു. ഞാനൊരു അരമണിക്കൂർ വൈകിയാണ് വന്നത്. പിന്നെ കൗൺസിലർമാർ സഹപ്രവർത്തകരായതുകൊണ്ട് നോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. പിന്നെ ഞാൻ വരാൻ വൈകിയപ്പോഴേക്കും കൗൺസിലർമാർ വീണ്ടും വിളിച്ചു. അപ്പം ഞാൻ മേയറായിട്ട് വന്ന നഗരസഭയിൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. പുറത്ത് ഗേറ്റിലെത്തിയപ്പോഴാണ് അവിടെ കുറച്ച് ജീവനക്കാർ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും സഹപ്രവർത്തകരാണ്, ജീവനക്കാരാണ്. ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷം തിരിച്ചേറി വന്നു. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കലാപരിപാടികളും ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നഗരസഭാ കോമ്പൗണ്ടിനുള്ളിൽ ഞാൻ മേയറായിരിക്കുന്ന 5 വർഷം എൻ്റെ പടമടിച്ച ഒരു ചിത്രം പോലും വയ്ക്കരുതെന്ന് ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ചിത്രം അവിടെ ഫ്ലക്സ് വെച്ചു എന്ന് അറിഞ്ഞിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അന്ന് രാത്രി തന്നെ, നിങ്ങൾ ഇന്നലെ രാവിലെ അത് കണ്ടുകൊണ്ടല്ലോ ഇവിടെ, അന്ന് രാത്രി തന്നെ ആ ബോർഡ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാണ്. അത്തരത്തിലുള്ള വ്യക്തിപരമായ സ്വീകരണങ്ങളിലോ വ്യക്തിപരമായുള്ള പുകഴ്ത്തലിലോ ഒന്നും പ്രാധാന്യം കണ്ടെത്തുന്ന ആളല്ല ഞാൻ. ഇതൊരു ടോട്ടൽ ഒരു കളക്റ്റീവ് വർക്കാണ്. അത്രമാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. 5 വർഷത്തിന് ശേഷമുള്ള തലസ്ഥാന നഗരസഭ എങ്ങനെയായിരിക്കണമെന്നാണ് താങ്കളുടെ സ്വപ്നം? അല്ല, ഇന്ത്യയിൽ എല്ലാവരും വരാനും പ്രവർത്തിക്കാനും ജീവിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റിയായിട്ട് മാറ്റണം. അതിന് നമ്മുടെ ഭൂമിശാസ്ത്രപരവും നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ വച്ചുകൊണ്ട് ഏതു തരം വരെ നമുക്ക് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടത്താൻ സാധിക്കുമോ അതുവരെ നടത്തണമെന്നുള്ളതാണ്. ഇനി മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് സന്ദർശനം പ്ലാൻ ചെയ്യുന്നില്ല? ഇല്ല, അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും രാജ്യങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു സാഹചര്യത്തിൽ പോയതല്ലേ. നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പ്രവർത്തിച്ചാൽ തന്നെ ലോകോത്തര നിലവാരത്തിലെത്തിക്കുക. എല്ലാ ദിവസവും മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കാനൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ മികച്ച സിറ്റികളിൽ നന്നായിട്ട് പ്രവർത്തനം നടത്തുന്ന സിറ്റികൾ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ തന്നെ എല്ലാ സിറ്റിയും നന്നായിട്ട് പ്രവർത്തിക്കും. ഇതൊരു സാഹചര്യത്തിൽ പോയതുകൊണ്ട് പോയി കണ്ടു എന്നല്ലാതെ ഇപ്പോൾ ഇന്ത്യയിലുള്ള പട്ടണങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്നെ കണ്ടാൽ ഏറ്റവും മികച്ച പട്ടണങ്ങളായി മാറാൻ സാധിക്കും. ലോകത്ത് മറ്റുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും മികച്ചത് എല്ലാം ഉള്ളതെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഈ യാത്രയ്ക്ക് ഫണ്ട് എവിടുന്ന് കണ്ടെത്തി എന്നുള്ള വിവാദങ്ങളൊക്കെ ചിലപ്പോൾ വരും നാളുകളിൽ ഉണ്ടായേക്കാം. അപ്പോൾ അതിനുള്ള ഉത്തരം?
അപ്പോൾ വരുമ്പോഴേക്കും ഉത്തരം പറയാം. ഓക്കെ, വളരെ നന്ദി.